വർഷം 2071. ഇന്ന് മനുഷ്യരാശി ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു. ഈ ലോകത്ത് ജീവിക്കാൻ കുറച്ച് പ്രയാസമാണ്. കാരണം വായു പോലും വിഷമായി മാറിയ ഒരു ലോകമായിരുന്നു അത്. പുറത്തിറങ്ങാൻ പോലും ഓക്സിജൻ മാസ്ക് വേണം. ഒരു കൂട്ടം മനുഷ്യർ സുരക്ഷിത നഗരങ്ങളിൽ താമസിക്കുമ്പോൾ മറ്റു ചിലർ അതിജീവനത്തിനായി പോരാടുകയാണ്. അവരുടെ ഏക പ്രതീക്ഷയായിരുന്നു ബ്ലാക്ക് നൈറ്റ് എന്ന ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ടോട്ടൽ 6 എപ്പിസോഡുകളുണ്ട്. വെൽക്കം ടു ദ മൂവി ടൈം. എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു വാൽ നക്ഷത്രം ഭൂമിയിൽ വന്നിടിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇതിന്റെ ആഘാതം കാരണം എല്ലാ കോണ്ടിനെന്റ്സും കടലിൽ താഴ്ന്നുപോയി. അങ്ങനെ കൊറിയയിലെ ഒരു ഉപദ്വീപ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് 1% ജനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഭൂമിയിലുള്ളത്. എന്നാൽ അവർക്ക് പോലും ജീവിക്കാനുള്ള ഓക്സിജൻ ഭൂമിയിൽ തികയാതെ വന്നു. ബട്ട് ടെക്നോളജിയുടെ ഇമ്പാക്ട് കാരണം ഓക്സിയാനിയത്തെ ഓക്സിജനാക്കി മാറ്റാനുള്ള ഒരു കോർ അവർ കണ്ടുപിടിച്ചു. അതായത് ഒരു മാസ്ക്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. തുടർന്നിപ്പോൾ 3 സിറ്റിസൺസ് ആയി മനുഷ്യർ മാറിയിട്ടുണ്ട്. കോർ സിറ്റിസൺസ്, ജനറൽ സിറ്റിസൺസ്, പിന്നെ റെഫ്യൂജേഴ്സ്. ഇവരിലെ ഹൈ ക്ലാസ് ആണ് കോർ സിറ്റിസൺസ്. അവരുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് നല്ലതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ അവർക്കാണ് കൂടുതൽ അധികാരവും. ഇനിയുള്ളത് ജനറൽ സിറ്റിസൺസ് ആണ്. അവരുടെ ലൈഫ് സ്റ്റൈലും വലിയ കുഴപ്പമൊന്നുമില്ല. കോർ സിറ്റിസൺസിന്റെ കൺട്രോളിൽ അവർക്ക് ജോലിയും ഉണ്ടാകും. ഇനിയാണ് നമ്മുടെ റെഫ്യൂജേഴ്സ്. അവർക്ക് ഐഡിയുമില്ല, ഒന്നുമില്ല. അവരെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കുറച്ച് കഷ്ടം തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഈ കാണുന്നതാണ് ജനറൽ സിറ്റിസൺസ്. അതേ വെതർ നല്ല മോശമാണ്. ഒരാളെയും പുറത്തു പോലും കാണാനില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സാധനങ്ങളും മറ്റും എത്തിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഡെലിവറീസ് ആണ്. അവരെ നിയമിച്ചിരിക്കുന്നത് ചിയോമിയോം എന്നൊരു ഗ്രൂപ്പാണ്. QR കോഡ് ഉപയോഗിച്ചാണ് അവർ സാധനങ്ങളും മറ്റും സ്കാൻ ചെയ്ത് മേടിക്കുന്നത്. ഈ ഡെലിവറിക്കാരിലെ തലവൻ എന്ന് തന്നെ പറയാം. അതാണ് നമ്മുടെ ഹീറോ 58. ബ്ലാക്ക് നൈറ്റ്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. ഇതിനിടയിൽ ഒരു പയ്യനെ കാണിക്കുന്നു. അവന്റെ പേരാണ് സാവൂൾ. പുള്ളിക്കാരൻ കുറച്ച് ഗുണ്ടകളുമായി ഏറ്റുമുട്ടുന്നു. ഫൈറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാകും ആള് നിസാരക്കാരനല്ല. നോക്കി നിൽക്കാൻ കുറച്ച് ഫ്രണ്ട്സുമുണ്ട്. ഇനി കാണിക്കുന്നത് ഒരു നെയ്റ്റിനെയാണ്. അയാൾ പോകുന്നതിനിടക്ക് കുറച്ചു പേർ ചേർന്ന് അയാളെ ആക്രമിക്കുന്നു. അയാൾക്ക് അവരുമായി പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, ഒരു നൈറ്റായ അയാൾക്ക് എന്തുകൊണ്ട് ഇവരുമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല? സിമ്പിളായി പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഒരു ബിഗിനർ ആകാം. എന്നാൽ എന്തിനായിരിക്കും ഇവർ ഈ ട്രക്കിനെ ആക്രമിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഈ ട്രക്കിൽ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഫുഡ്, ഓക്സിജൻ സപ്ലൈ, അങ്ങനെ പലതും. ഇതെല്ലാം പിടിച്ചെടുത്ത് ബ്ലാക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഒടുവിൽ അയാളുടെ QR കോഡ് പോലും ഇവർ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ എൻട്രി. പിന്നെ പറയണ്ടല്ലോ, എല്ലാവരെയും കണക്കിനിട്ട് കൊടുത്ത് ആ പ്രശ്നം നമ്മുടെ ഹീറോ അങ്ങ് സോൾവ് ചെയ്തു. തുടർന്ന് അവരുടെ തലവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഗണ്ണിലെ ബുള്ളറ്റ്സ് അങ്ങ് തീർന്നു പോയി. എന്നാൽ കില്ലറെ നമ്മുടെ ഹീറോ ഒന്നും ചെയ്യുന്നില്ല. അടുത്ത തവണ നമുക്കൊന്ന് കാണണം എന്നൊരു ഭീഷണിയോടെയാണ് ഹീറോ അവിടെ നിന്നും പോകുന്നത്. ഇനി നമ്മൾ പുതിയൊരു ക്യാരക്ടറെ പരിചയപ്പെടുകയാണ്. ഇവളുടെ പേരാണ് സിയോൾ. അവൾ ഒരു ജനറൽ സിറ്റിസൺ ആണ്. എണീറ്റ പാടെ തന്നെ പുള്ളിക്കാരി ആരെയോ തിരയുന്ന തിരക്കിലാണ്. കുറച്ച് ദിവസമായി അവനെ കാണാനില്ല. അവൻ എവിടെ പോയി എന്നൊരു പിടിയുമില്ല. ഇതേ സമയം മറ്റൊരിടത്ത് ഒരു പയ്യൻ എന്തൊക്കെയോ പാക്കും ചെയ്തു പോകുന്നതായും നമുക്ക് കാണാം. അവൻ പോകുന്നതിനിടക്ക് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ 1-2 പേരെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതെ, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും. ചെറിയ കുട്ടികളാണെന്ന് തോന്നുന്നു. ഇതെല്ലാം പതിയെ ഒളിച്ചിരുന്നും കൊണ്ടാണ് നമ്മുടെ പയ്യൻ കാണുന്നത്. അതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ നേരെ പോയി ഒരു അണ്ടർഗ്രൗണ്ട് എൻട്രൻസിലേക്ക് കയറുന്നതായും നമുക്ക് കാണാം. തുടർന്ന് എന്തൊക്കെയോ കോലാഹലങ്ങളെല്ലാം കാണിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ അകത്തേക്ക് കയറുന്നത്. എന്നാൽ കേറിയ പാടെ നേരെ ചെന്ന് നിൽക്കുന്നത് ഒരു ലേഡി ഓഫീസറിന്റെ മുൻപിലേക്കാണ്. ഇനിയൊരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ പയ്യൻ അവർക്കിട്ടൊന്നു കൊടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഈസിയായി തന്നെ അവനെ പിടികൂടാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു. ഇതേ സമയത്ത് ദേ വന്ന് നിൽക്കുന്നു നമ്മുടെ സുയോളും. പിന്നീട് അവന് ചെറിയൊരു പണിഷ്മെന്റ് എല്ലാം നമ്മുടെ ലേഡി ഓഫീസർ കൊടുക്കുന്നുണ്ട്. അവർ DIC ആണ്. തൽക്കാലം നമുക്ക് അവരെ മേജർ എന്ന് വിളിക്കാം. ആകെ കൺഫ്യൂഷൻ ആയില്ലേ? അല്ല, എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്? ചുരുക്കി പറയുകയാണെങ്കിൽ ഇവർ 3 പേരും ഒരുമിച്ചാണ് നമ്മുടെ ജനറൽ ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്നത്. ഇവിടെ നമ്മുടെ മേജർ വലിയൊരു റിസ്ക് ആണ് എടുക്കുന്നത്. കാരണം സാവോൾ ഒരു റെഫ്യൂജ് ആണ്. അവനെ ജനറൽ ഡിസ്ട്രിക്റ്റിൽ താമസിപ്പിക്കുന്നത് വലിയൊരു റിസ്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ റിസ്കിൽ നിന്നും ഒഴിഞ്ഞുമാറി നമ്മുടെ ലേഡി ഓഫീസറെ സേഫ് ആക്കാൻ വേണ്ടിയാണ് അവൻ നോക്കുന്നത്. അതിനുവേണ്ടി അവനൊരു ഡെലിവറി മാൻ ആകണം. എന്നാൽ മാത്രമേ അവന് QR കോഡ് കിട്ടുകയുള്ളൂ. QR കോഡ് ഉണ്ടെങ്കിൽ പിന്നെ അവനൊരു റെഫ്യൂജ് അല്ല. ഇതിനായി റെഫ്യൂജേഴ്സ് ഡെലിവറി മാൻ ആകാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഒരു ഡെലിവറി മാൻ ആവുക എന്ന് പറയുന്നത് അത്ര
എളുപ്പമല്ല. അതേ കഥയിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സാബുളിന് ഒരു ഡെലിവറി മാൻ ആകണം. എന്നാൽ നമ്മുടെ മേജർ അതിന് സമ്മതിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. പുള്ളിക്കാരന് ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. ഒരു സ്ട്രേഞ്ചർ ആണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡേറ്റ് 8 5 PM എന്നായിരുന്നു ആ മെസ്സേജ്. ഇനി കാണിക്കുന്നത് നമ്മുടെ ചിയോ മിയോ ഗ്രൂപ്പിന്റെ പ്രസിഡന്റായ റിയോസോക്കിനെയാണ്. അവരിപ്പോൾ പോകുന്നത് റെഫ്യൂജ് ഏരിയയിലൂടെയാണ്. പോകുന്നതിനിടക്ക് 2 അഭയാർത്ഥികളെ അയാൾ കാണുന്നു. അവരെ കണ്ടപാടെ പെട്ടെന്ന് മുഖം തിരിക്കുകയാണ്. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അയാൾക്ക് റെഫ്യൂജേഴ്സിനെ ഇഷ്ടമല്ല. ഇവിടെ ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ മറ്റൊരിടത്ത് നമ്മുടെ കോർ ഡിസ്ട്രിക്റ്റ് ആണ് കാണിക്കുന്നത്. അതെ, ഇപ്പോഴാണ് നമ്മുടെ കോർ ഡിസ്ട്രിക്റ്റ് കാണിക്കുന്നത്. അവിടെ ഡിസ്ട്രിക്ട് എയിൽ ചിയോ മിയോ ഗ്രൂപ്പിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചിയോ മിയോ ഗ്രൂപ്പിന്റെ ചെയർമാൻ. പിന്നെ ഈ ലേഡി ഇല്ലേ, അവർ സെക്രട്ടറിയാണ്. കോർ ഡിസ്ട്രിക്റ്റിലെ അവസ്ഥ വളരെ മോശമാണ്. പോപ്പുലേഷൻ എല്ലാം ഔട്ട് ഓഫ് കൺട്രോളിലാണ്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്റ്റ് എ ഒന്ന് പുതുക്കി പണിയണം. പിന്നെ റിസോഴ്സസും മതി വരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ജനങ്ങൾ മെന്റലി ബ്രോക്കൺ ആണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ തന്നെ താല്പര്യം കുറഞ്ഞു വരുന്നു. ഫ്യൂച്ചർ ഒന്നുമില്ല എന്നൊരു ഫീലാണ്. അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പങ്കെടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ പ്രസിഡന്റും വരുന്നത്. അതേ, ഡിസ്ട്രിക്റ്റ് എ ഒന്ന് പുതുക്കി പണിയണം. അങ്ങനെ പുള്ളിക്കാരനും എത്തി. എന്നാൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മറുപടിയായിരുന്നില്ല ചെയർമാനെ കാത്തിരുന്നത്. പ്രൊജക്ടിന്റെ ഓരോ ഘട്ടവും നീ റിപ്പോർട്ട് ചെയ്യണം, എല്ലാം കൃത്യസമയത്ത് ചെയ്യണമെന്നും പറഞ്ഞ് മകനോട് ദേഷ്യപ്പെടുന്നു. ഇതിനിടയിൽ നമ്മുടെ സെക്രട്ടറി കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്നും പറഞ്ഞ് മീറ്റിംഗിൽ നിന്നും പിരിഞ്ഞു പോകുന്നു. അങ്ങനെ ഇപ്പോൾ അവർ 2 പേരും മാത്രമാണുള്ളത്. തുടർന്ന് നമ്മുടെ ചെയർമാന്റെ ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ടാണ് നീ ഗവൺമെന്റിനെ അവോയ്ഡ് ചെയ്യുന്നത്? ഇതോടെ അവൻ ഫാദറിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതെല്ലാം നമ്മളാണ് ഉണ്ടാക്കിയത്. ഏകദേശം 40 വർഷത്തോളം എടുത്തു. എനിക്കിപ്പോഴും ഗവൺമെന്റിനെ നമുക്കൊരിക്കലും യൂസ്ഫുൾ ആയി തോന്നിയിട്ടില്ല. എന്നാൽ ഫാദർ അതിനെ എതിർക്കുകയാണ്. ചെയർമാൻ ഞാനാണ്, അത് നീ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതങ്ങ് കേട്ടാൽ മതി എന്ന് കുറച്ച് ഹാർഷായി തന്നെ മകനോട് പറയുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ജനറൽ ഡിസ്ട്രിക്റ്റിലെ സിയോളയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി അവന്റെ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ ഇതായിരുന്നു അവസ്ഥ. അതെ, അവൻ വീണ്ടും തടി തപ്പിയിരിക്കുന്നു. പുള്ളിക്കാരൻ നേരെ പോയിരിക്കുന്നത് റെഫ്യൂജ് ഏരിയയിലേക്കാണ്. അവിടെ അവനക്ക് 3 സുഹൃത്തുക്കളും പിന്നെ ഒരു ഗ്രാൻഡ് പേയും ഉണ്ട്. മേ ബി ആ സുഹൃത്തുക്കളും ഓർഫൻസ് ആയിരിക്കാം. നമ്മുടെ പയ്യനാണെങ്കിലോ ഇവിടെ താമസിക്കുന്നതാണ് ഇഷ്ടം. കാരണം റിസ്ക്കും കുറവാണ്. ചീഫിനും സിയോൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവരെ ഫസ്റ്റ് സീനിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. തുടർന്ന് നമുക്ക് ചെറിയൊരു പണിയുണ്ടെന്നും പറഞ്ഞ് അവരവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ സൈൻ ബോർഡ് എല്ലാം സെറ്റാക്കി അവരാരെയോ കാത്തിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞതും അതുവഴി ഒരു ട്രക്ക് വരുന്നു. അതിലുണ്ടായിരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോ 58. അതെ, പുള്ളിക്കാരനെയും കാത്താണ് ഇവരുടെ ഇരിപ്പ്. തുടർന്ന് അവർ 4 പേരും കൂടെ ട്രക്കിനെ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്നാൽ എങ്ങനെ അവർക്ക് ട്രക്കിനടുത്ത് എത്താൻ കഴിയും? കുറച്ച് സമയം കഴിഞ്ഞതും നമ്മുടെ ഹീറോ ട്രക്കിന്റെ വേഗത കുറച്ച് കുറക്കുന്നു. അത് നമ്മുടെ പയ്യന്മാരുടെ സൈൻ ബോർഡ് കണ്ടാണ് ഹീറോ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ നമ്മുടെ പയ്യന് തന്നെയാണ് ആദ്യം ട്രക്കിൽ പിടുത്തം കിട്ടുന്നത്. തുടർന്ന് അവന്റെ ഫ്രണ്ട്സിനെയും അവൻ സഹായിക്കുന്നു. അങ്ങനെ 4 പേരും മുകളിലെത്തി. ഇപ്പോഴാണ് നമ്മുടെ ഹീറോക്ക് ഒരു പന്തികേട് തോന്നുന്നത്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതായിരുന്നു അവസ്ഥ. പിന്നീട് ഒന്നും നോക്കിയില്ല. വഴി നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ. ഒരു 8ന്റെ പണി തന്നെ അവർ കിട്ടുകൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും പോയെന്ന ആശ്വാസത്തിൽ ഹീറോ നിൽക്കുമ്പോഴാണ് നമ്മുടെ പയ്യന്റെ എൻട്രി ഒക്കെ അടിപൊളിയാണെങ്കിലും പിന്നീട് പുള്ളിക്കാരൻ നമ്മുടെ ഹീറോയുടെ കാല് പിടിക്കുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഡെലിവറി മാൻ ആകണം, ഞാൻ നന്നായി ഫൈറ്റ് ചെയ്യും. എന്നാൽ ഹീറോക്ക് ഒന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇവനോട് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. പിന്നീട് നമ്മുടെ ഹീറോ നൈസായി അവനെ അങ്ങെടുത്ത് പുറത്തേക്കിട്ടു. ഇവിടെയാണെങ്കിലോ നമ്മുടെ മുത്തപ്പൻ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്നാണ് റേഡിയോ ബീപ്പ് ചെയ്യുന്ന ശബ്ദവും കേട്ട് മുത്തപ്പൻ അങ്ങ് ഞെട്ടി എണീക്കുന്നത്. തുടർന്ന് എല്ലാവരെയും അലേർട്ട് ചെയ്യുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിലോ തന്റെ യാത്ര തുടരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും വെതർ നല്ല മോശമായി. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നടന്നു പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. ചുഴലിക്കാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ഹീറോ അവിടെ ഇതുപോലെ അങ്ങ് കിടക്കുന്നു. അങ്ങനെ വെതർ ഒന്ന് ശാന്തമായി. തുടർന്ന് ഇപ്പോൾ നമ്മുടെ ഹീറോ എത്തി നിൽക്കുന്നത് ഗേറ്റ് 8ന് സമീപമാണ്. ഒരു സ്ട്രേഞ്ചർ അല്ലേ നമ്മുടെ ഹീറോയെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത്. അല്ലെങ്ങനെ അകത്ത് കയറുമെന്ന് നമ്മുടെ ഹീറോക്ക് അറിയില്ല. ആ വഴിയിൽ പല ട്രക്കുകളും പോകുന്നുണ്ട്. കോർ ഡിസ്ട്രിക്ട് നല്ല സെക്യൂർ ആണ്. മെയിൻ ഗേറ്റിന് സമീപം പോലും ഒരുപാട് ഗാർഡ്സ് ആണ് നിൽക്കുന്നത്. ഈ സമയം മറ്റു ചിലരും അങ്ങോട്ടേക്ക് വരുന്നു. അതേ, നമ്മുടെ മേജറും സംഘവും. പുള്ളിക്കാരിക്ക് ചിയോ മിയോ ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫ് ദ ഗാർഡ് ഫോഴ്സിനെ കാണണം. അതായത് സെക്യൂരിറ്റി പ്രോബ്ലംസ് വളരെ കൂടുതലാണ്. ഈ സെക്യൂരിറ്റി പ്രോബ്ലംസിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അതായത് എയർ പൊല്യൂഷന്റെ കാര്യം. ഇപ്പോൾ ഓക്സിജൻ മാസ്ക്, ഓക്സിജൻ ഡെലിവറി, ഇതുകൊണ്ടാണ് മനുഷ്യർ ജീവിച്ചു പോകുന്നത് തന്നെ. മാത്രമല്ല ഡെലിവറി നൈറ്റ്സ് ആണ് ഇതെല്ലാം സപ്ലൈ ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ ഔട്ട്സൈഡ് വേൾഡ് വളരെ ഡേഞ്ചർ ആണ്. അതായത് തീവ്സ്, ട്രക്ക് അറ്റാക്ക്, ഇങ്ങനെ പല സംഭവങ്ങളും ഡെലിവറി നൈറ്റ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോർ ഡിസ്ട്രിക്റ്റിലെ ഹൈ സെക്യൂരിറ്റിയും. ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ മേജർക്ക് സംസാരിക്കണം. എന്നാൽ DIC ആയ അവർക്ക് പോലും അകത്തേക്ക് കയറാൻ പെർമിഷൻ കിട്ടുന്നില്ല. ഇതിന്റെ കലിപ്പിലാണ് അവരന്ന് പോകുന്നത്. എന്താണ് ഇതിനുള്ളിൽ ഇത്ര വലിയ രഹസ്യം?
ഒരാളെ പോലും അവരകത്തേക്ക് കയറ്റുന്നില്ല. ഇങ്ങനെ പല ചോദ്യങ്ങളും അവർക്കുണ്ട്. അങ്ങനെയിരിക്കെയാണ് ഇപ്പോൾ കൊണ്ടുപോയി അങ്ങ് ഇടിച്ചേനെ. ഇതോടെ സീനിയർ ഓഫീസർ അയാളോട് ദേഷ്യപ്പെടുകയാണ്. പുള്ളിക്കാരൻ അല്ലെങ്കിൽ തന്നെ കുറച്ച് കലിപ്പിലാണ്. ഇതോടെ അവരവിടെ ഒന്നിറങ്ങി ആ സ്ഥലം ഒന്ന് പരിശോധിക്കുന്നു. ആരാണ് ഈ വഴിയിൽ ട്രക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? എന്നാൽ ഡ്രൈവറെ പോലും കാണാനില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. അതെ, നമ്മുടെ ഹീറോയുടെ ട്രക്കാണത്. ഇതോടെ എല്ലാവരും ഹീറോക്ക് നേരെയാണ്. പുള്ളിക്കാരന് ഇതൊന്നും തീരെ അങ്ങ് പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ മേജർ പതിയെ അവനോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഈ ട്രക്ക് ആരുടെയാണ്? ഇതെന്റെ ട്രക്കാണ്. ചിയോമിയോങ് ഗ്രൂപ്പാണ് ഇതിന്റെ ഓണർ. എന്നാൽ മേജർക്ക് ഇനിയും ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ ഏരിയ പുള്ളിക്കാരന്റെ കൺട്രോളിൽ വരുന്നതല്ല എന്ന് നമ്മുടെ മേജർക്കറിയാം. അതുകൊണ്ട് ഡീറ്റെയിൽ ആയി തന്നെ ചോദിക്കുന്നു. എന്നാൽ നമ്മുടെ ഹീറോ ചുഴലിക്കാറ്റ് കാരണം താൻ വഴി തെറ്റിപ്പോയതാണെന്ന് പറയുന്നു. നമുക്കറിയാം ഹീറോ ഡിസ്ട്രിക്ട് എ തപ്പി ഇറങ്ങിയതാണ്. തുടർന്ന് അവർ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നു. അതും അപ്രൂവ് ആണ്. അങ്ങനെ ഹീറോയോട് അവിടെ നിന്നും പോകാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ഇപ്പോൾ കട്ടക്കലിപ്പിലാണ്. പുള്ളിക്കാരന് നമ്മുടെ മേജറിനെ തീരെ അങ്ങ് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ തെറി കൊണ്ട് അഭിഷേകം നടത്തിയാണ് നമ്മുടെ ഹീറോയുടെ പോക്ക്. ഇവിടെയാണെങ്കിലോ നമ്മുടെ സാവോൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. പുള്ളിക്കാരിയാണെങ്കിലോ നല്ല ജോഗിങ്ങിലും. തുടർന്ന് കുളിച്ച് ഫ്രഷായ നമ്മുടെ സാവോളിനെയും കാത്തിരിക്കുന്നുണ്ട് അവൾ. തുടർന്ന് അവനോട് മുറിയിലേക്ക് പോകാൻ വേണ്ടി പറയുന്നു. അവൻ ആ മുറിയിൽ ചെന്ന പാടെ അവൾ ആ മുറി അങ്ങ് ലോക്ക് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ സാവോൾ ഡോറിനടുത്ത് ചെന്ന് മുറി തുറക്കാൻ പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതെന്തിനായിരിക്കും? പുള്ളിക്കാരനെ ഇവിടെ കാണാൻ പോലും കിട്ടുന്നില്ല. ഇതാണ് അവളുടെ പരാതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചോയ്സ് എടുത്തത്. ഇനി കുറച്ചു കാലം നീ ഈ മുറിയിൽ അങ്ങ് കിടക്ക്. 15 ദിവസത്തേക്കുള്ള ഫുഡും ആ മുറിയിലുണ്ട്. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിന്നെ ഇങ്ങനെ കണ്ടോളാം എന്നും പറഞ്ഞ് പുള്ളിക്കാരി സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി കാണിക്കുന്നത് റെഫ്യൂജ് ഏരിയയിലെ ഒരു ലേബർ മാർക്കറ്റാണ്. അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഹീറോയും ഗാങ്ങും. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവരെ സന്ദർശിക്കാൻ തന്നെയാണ് ഇവർ വന്നിരിക്കുന്നതും. അങ്ങനെ പെട്ടെന്നാണ് പോകുന്നതിനിടക്ക് നമ്മുടെ ഹീറോ ഒരു കാഴ്ച കാണുന്നത്. ഇത് കണ്ട് ഹീറോ ആകെ അങ്ങ് ഷോക്ക് ആവുകയാണ്. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നു. പിന്നീട് ഓക്സിജൻ എടുത്ത് കണക്ട് ചെയ്യുന്നു. അതെ, ഓക്സിജൻ കഴിഞ്ഞതുകൊണ്ടാണ് ആ കുട്ടി ഈ അവശനിലയിൽ. എന്നാൽ ഭാഗ്യം കൊണ്ട് അവൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മുടെ ഹീറോക്ക് ശ്വാസം നേരെ വീണത്. അവളുടെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അവളുടെ ഡ്രീം നമ്മുടെ ഹീറോയെ പോലെ ഒരു ഡെലിവറി മാൻ ആകണം, റെഫ്യൂജുകളെ സഹായിക്കണം. അവളുടെ ക്യാപ്പിൽ പോലും ഹീറോയുടെ നെയിം ആയിരുന്നു. എന്നാൽ പിന്നീടാണ് ഹീറോ അങ്ങ് തകർന്നു പോകുന്നത്. അവളുടെ ഫാദർ ഇതുപോലെ ഓക്സിജൻ കിട്ടാതെയാണ് മരണപ്പെട്ടത്. അങ്ങനെയിരിക്കെയാണ് നമ്മുടെ ഹീറോയെ ഒരാൾ വന്ന് വിളിക്കുന്നത്. ഇയാളെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഫസ്റ്റ് സീനിൽ നമ്മുടെ ഹീറോ ഒരു വില്ലനെ കൊല്ലാതെ വിട്ടിരുന്നില്ലേ? അതായിരിക്കാം ഇദ്ദേഹം. അയാളെയും കാണാനായിരിക്കാം ഹീറോ വന്നത്. അയാളിലൂടെ ഡിസ്ട്രിക്ട് എയെ കുറിച്ച് അറിയണം. തുടർന്ന് ആ ദൗത്യത്തിനായി ഹീറോ പറഞ്ഞു വിടുന്നു. അങ്ങനെ നമ്മുടെ റെഫ്യൂജ് ഏരിയയിലെ ഒരുപാട് പേരെ സഹായിച്ചാണ് ഹീറോയും ഗാങ്ങും അവിടെ നിന്നും പോകുന്നത്. ഇവിടെയാണെങ്കിലോ അവൾക്കൊരു ഡെലിവറി വന്നിരിക്കുകയാണ്. എന്നാൽ എപ്പോഴും വരുന്നത് 57 എന്നൊരു ഡെലിവറി മാനാണ്. അതുകൊണ്ട് തന്നെ ഇതാരാണെന്ന് അവൾ ആശ്ചര്യപ്പെടുന്നു. പിന്നീടാണ് അവൾക്ക് ആളെ മനസ്സിലാകുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ഹീറോയെ കണ്ടപാടെ അവളും നല്ല എക്സൈറ്റ്മെന്റിലാണ്. അതെ, എല്ലായിടത്തും പുള്ളിക്കാരൻ നല്ല ഫേമസ് ആണ്. തുടർന്ന് ഒരു ഫോട്ടോ എടുക്കാനെല്ലാം അവൾ പെർമിഷൻ ചോദിക്കുന്നു. ഇതെല്ലാം മറ്റൊരാളും കൂടെ കാണുന്നുണ്ട്. ആരാ? നമ്മുടെ പയ്യൻ തന്നെ. പുള്ളിക്കാരൻ ഞാനാണ്, അവനേക്കാൾ കേമൻ എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുന്നുണ്ട്. ഈ സമയത്താണ് മറ്റു ചിലർ ആ ഏരിയയിലേക്ക് വരുന്നത്. അവരെന്തിനോ ഉള്ള തയ്യാറെടുപ്പിലാണ്. ദേ കണ്ടില്ലേ, ആ ഏരിയയിലെ CCTV പോലും അവർ ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുശേഷം അവരെങ്ങോട്ടോ ലക്ഷ്യമാക്കി ഓടുകയാണ്. ഇവിടെയാണെങ്കിലോ അവൾ ആ സെൽഫി തന്നെ നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് വീണ്ടും ആരോ അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ അത് പോയി നോക്കുന്നു. തുടർന്ന് ഡെലിവറി മാനായി അവൾ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇവരെ കണ്ട് അവൾ ആകെ അങ്ങ് ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അവൾക്കറിയില്ല. തുടർന്ന് ഒരു സിറിഞ്ച് ഉപയോഗിച്ച് അവരവളെ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയെല്ലാം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൾ എങ്ങനെയൊക്കെയോ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. ബട്ട് വീണ്ടും അവർ പിടികൂടി. ഇതെല്ലാം നമ്മുടെ പയ്യനും കാണുന്നുണ്ട്. എന്നാൽ അവൻക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ മുറിയിൽ അവൻ ലോക്കല്ലേ. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അവൻ ആ ഡോറിൽ കൈകൊണ്ട് ആഞ്ഞടിക്കുന്നു. ഈ ശബ്ദവും കേട്ട് മറ്റു ചിലർ അവൻക്ക് നേരെയും തിരിഞ്ഞു. അപ്പോഴാണ് ഡോറും തകർത്ത് നമ്മുടെ പയ്യന്റെ എൻട്രി. തുടർന്ന് അവരുമായി അവൻ ഫൈറ്റ് ചെയ്യുകയാണ്. തുടർന്ന് അവരുമായി പിടിച്ചു നിൽക്കാൻ നമ്മുടെ പയ്യന് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പയ്യൻ അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നാൽ അവൾ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവന്റെ കണ്ണിൽ അത് പതിയുന്നത്. തുടർന്ന് ഒരു പുഞ്ചിരിയോടെ അവൾ നിലത്ത് വീഴുന്നു. ഇത് കണ്ട് ആകെ പതറി നിൽക്കുകയാണ് നമ്മുടെ പയ്യൻ. ഇതോടെയാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അതെ, നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടാകും. ആരായിരിക്കും അവർ? എന്തിനാണ് അവരിത് ചെയ്തത്? പിന്നെ നമ്മുടെ ഈ എപ്പിസോഡ് ഒട്ടാകെ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. അതെല്ലാം നമുക്ക് വരും എപ്പിസോഡിൽ കണ്ടറിയാം. അടുത്ത എപ്പിസോഡ് ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.